നമസ്കാരം. രാജ്യത്ത് ഈ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാജ്യം മുഴുവനൊന്നും പറയാൻ കഴിയില്ല. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. രാജ്യത്ത് പതിനായിരക്കണക്കിന് ഏതാണ്ട് 16,000-ഓളം FCRA അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ 10% മാത്രമാണ് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും ഉള്ളത്. മറ്റ് സംഘടനകൾ മൗനമായിട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന ചോദ്യം അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. വിദേശ സംഭാവന വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വിദേശ സംഭാവന വാങ്ങാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇതിനെതിരെ നടക്കുന്നത്. എന്തായാലും FCRA ഭേദഗതി കേരളത്തിലും മറ്റും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനാൽ കേന്ദ്ര സർക്കാർ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രൈസ്തവ സഭകളുമായി അടക്കം ചർച്ച നടത്തിയതിന് ശേഷം മാത്രമേ ബില്ല് അവതരിപ്പിക്കൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും ഈ ചർച്ചകൾ ഇവിടെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എങ്ങനെയാണ് രാജ്യത്ത് വിദേശ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം അപ്പുറത്ത് കാണാം. അത് മറ്റൊന്നുമല്ല, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടാണ്. പാനൽ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർനാഷണൽ എക്സ്പേർട്സ് എന്ന് പറയുന്ന PIIE എന്ന സംഘടനയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ പാനലിലുള്ളത്, ഇൻ്റർനാഷണൽ പാനൽ എന്നൊക്കെ പറയുമ്പോൾ ഈ പാനലിലുള്ളത് ആകെ 3 പേരാണ്. സോഞ്ച ബിസർക്കോ, അതുപോലെ തന്നെ മർസൂഖ്സ് ദാറുസ്മാൻ, സ്റ്റീഫൻ റാപ്പ് എന്നിങ്ങനെ 3 പേരാണ്. ഇവർ 3 പേരും, ഒരാൾ സെർബിയക്കാരിയാണ്, രണ്ടാമത്തെ ആൾ ഇന്തോനേഷ്യക്കാരനാണ്, മൂന്നാമത്തെ ആൾ അമേരിക്കക്കാരനാണ്. ഇങ്ങനെ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങൾക്കെതിരെ പോരാടുന്നവർ ആണ് അത്രേ. അതായത് നോർത്ത് കൊറിയയിലും മ്യാൻമാറിലും റുവാണ്ടയിലും ഒക്കെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കണ്ടെത്തി അവർ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ അത് ലോക പ്രശസ്തമാണത്രേ. അത് ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഈ സംഘമാണ് ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനത്തെക്കുറിച്ചൊക്കെ പഠിച്ചൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുകയാണ് എന്നാണ്. 2022 അവർ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു. ഇന്നിപ്പോൾ 2025 റിപ്പോർട്ടിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ അത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് ലക്ഷ്യം വച്ചിരിക്കുന്നത് പ്രധാനമായും 2 സംസ്ഥാനങ്ങളെയാണ്. ഒന്ന് ഉത്തർപ്രദേശ്, 2 അസം. ഈ 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരാണ് ഇതിന് കാരണം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നെല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമാണ്. ഇവർ 2 പേരുമാണ് അവരവരുടെ സംസ്ഥാനങ്ങളെ മുസ്ലിങ്ങളെ ഇങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് പീഡിപ്പിക്കുന്നത്. അതായത് അസമിൽ പല ആളുകളെയും നാട് കടത്തി എന്നാണ് പറയുന്നത്. അസമിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു, നിരവധി മുസ്ലിങ്ങളെ നാട് കടത്തി. ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തപ്പെട്ടവരിലും ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. രണ്ടാമത്തേത് സംസ്ഥാനം UP ആണ്. UPയിലും ഇതുപോലെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെയാണ് അറസ്റ്റ് ചെയ്തത്. UP സർക്കാർ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പീഡനം തുടരുന്നു. അവരുടെ വീടുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി. ഇതൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപടി വിഴുങ്ങിയാൽ പോലും ഹിമന്ത ബിശ്വ ശർമ്മയും യോഗി ആദിത്യനാഥും ചെയ്തതൊന്നും അത്ര വലിയ തെറ്റൊന്നുമല്ല, അല്ലെങ്കിൽ തെറ്റേ അല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് അസമിൽ നിന്ന് മുസ്ലിങ്ങളെ നാട് കടത്തേണ്ടി വന്നത്? അവർ ഇന്ത്യക്കാരല്ലാത്തതുകൊണ്ട്, അവർ അനധികൃതമായി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച ബംഗ്ലാദേശികളായതുകൊണ്ടാണ്. ഒരു രാജ്യത്ത് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ, അവിടെ അനധികൃതമായി താമസിച്ചാൽ, പിടിവീണാൽ ആ രാജ്യം നാട് കടത്തും. അതൊരു അന്താരാഷ്ട്ര നിയമം തന്നെയാണ്. പക്ഷേ ഹിമന്ത ബിശ്വ ചെയ്തത് അന്താരാഷ്ട്ര കുറ്റകൃത്യമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അദ്ദേഹം അതുമാത്രമല്ല, ഈ അനധികൃതമായി രാജ്യത്ത് താമസിച്ചവരെ അദ്ദേഹം നാട് കടത്തി. അദ്ദേഹം പക്ഷേ നാട് കടത്തിയത് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നിയമം അനുസരിച്ചിട്ടല്ല. 1950 മുതൽ തന്നെ ആ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണ്. മാത്രമല്ല, ഈ ഹിമന്ത ബിശ്വ ശർമ്മ അറസ്റ്റ് ചെയ്തത്, ഹിമന്ത ബിശ്വ ശർമ്മ ശൈശവ വിവാഹം ആ സംസ്ഥാനത്ത് നിരോധിച്ചതിന് ശേഷവും ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഏതാണ്ട് 5000-ഓളം പേരെ അവിടെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് രാജ്യത്തെ നിയമം അനുസരിച്ചിട്ടാണ്. ഇത്
ഇതാണ് വലിയ മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞ് കുത്തിപ്പൊക്കി ഈ റിപ്പോർട്ടും കൊണ്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഉത്തർപ്രദേശ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയൊരു മാഫിയ സംസ്ഥാനമായിരുന്നു. മാഫിയകളെ എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് ഒതുക്കിയത് എന്ന് നമുക്കറിയാം. വഴങ്ങാത്തവരെ എൻകൗണ്ടറിലൂടെ കൊന്നു തള്ളി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിരവധി ആളുകളെ ജയിലിലടച്ചു. അതോടൊപ്പം തന്നെ എൻകൗണ്ടറുകളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ചില ആളുകളുടെ നിയമവിരുദ്ധമായി അവർ കൈവശം വച്ചിരുന്ന കെട്ടിടങ്ങളെല്ലാം ഇടിച്ചു പൊളിച്ചു. പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച ഭൂമിയെല്ലാം സർക്കാർ കണ്ടുകെട്ടി തിരിച്ച് പാവങ്ങൾക്ക് നൽകി. ഈ കുറ്റകൃത്യത്തിൻ്റെ ഒക്കെ പേരിൽ നിരവധി പേർ UP-യിലും അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൻ്റെ പേരിലാണ് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ട് എന്ന റിപ്പോർട്ടും പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രിമാർക്കെതിരെ വലിയ ഗൂഢാലോചന നടത്താനായി ഒരു വിദേശ സംഘം ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. ഈ രണ്ട് മുഖ്യമന്ത്രിമാർക്കും ജീവപര്യന്തം കൊടുത്ത് ജയിലിലടയ്ക്കുമെന്നൊക്കെയാണ് ഇവരുടെ ഭാവം. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ വിദേശത്തു നിന്നും പല ഭാഗത്തു നിന്നുമൊക്കെ ഇന്ത്യക്കെതിരെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഇടപെടലുകൾക്കിടയിലാണ് വിദേശ സംഭാവന ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് പലരും ഷാഢ്യം പിടിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.